വിശദമായ വാർത്തകളിലേക്ക് എത്തുകയാണ്. ലബനാനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്ക് വഴിയൊരുങ്ങി. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി മരിച്ചിട്ടില്ലെന്ന് അമേരിക്ക അറിയിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും ജീവനോടെയുണ്ടെന്ന് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു. മുജ്തബ ഖാംനെയി മരിച്ചെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രതികരണം. ഇറാൻ ആയുധങ്ങൾ കൈമാറില്ലെന്ന് ചൈന ഉറപ്പു നൽകിയെന്നും ഇറാനെതിരായ നാവിക ഉപരോധം തുടരുമെന്നും US അറിയിച്ചു. MCA നാസർ ചേരുകയാണ്. വിവരങ്ങളുമായി MCA. ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ലബനാനെതിരെയുള്ള ആക്രമണം അതിങ്ങനെ തുടരരുത്, അത് നിർത്തണം എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ ലബനാനെതിരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒരുപക്ഷെ ട്രംപ് ഇസ്രായേലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള ഒരു വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെയാണ് മുജ്തബ ഖാംനെയുടെ ചില അഭ്യൂഹങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പരക്കുന്നത്. അദ്ദേഹം ജീവനോടെയുണ്ട് എന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ പ്രഖ്യാപനങ്ങൾ MCA? എന്തായാലും രണ്ടാം ഘട്ട ഇറാൻ അമേരിക്ക വെടിനിർത്തൽ ചർച്ചയ്ക്ക് വലിയ തോതിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലബനാനിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി ഏതാണ്ട് പ്രാദേശിക സമയം 10 മണിയോടുകൂടി, ഇന്ത്യൻ സമയം 3:30 മണിയോടുകൂടി ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും. നേരത്തെ തന്നെ ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിലൊന്നും ഇതായിരുന്നു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടക്കണമെങ്കിൽ പാക് സൈനിക മേധാവി അസീം മുനീറിന് മുമ്പാകെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ഈ ഒരു ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് വളരെ തിരക്കിട്ട നീക്കങ്ങൾ അമേരിക്കൻ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് മാത്രമല്ല, ഇസ്രായേലിനെയും ലബനാനിലെയും രണ്ട് രാജ്യങ്ങളിലെ നേതാക്കളെയും വൈറ്റ് ഹൌസിലേക്ക് ട്രംപ് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ നടത്തി ഒരു സമഗ്രമായ ഈ രണ്ട് രാജ്യങ്ങൾക്കും മുമ്പാകെ ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുജ്തബ ഖാംനെയി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഔദ്യോഗികമായി തന്നെ അമേരിക്ക ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെങ്കിലും അദ്ദേഹം ജീവനോടെ തന്നെ ഉണ്ട് എന്നാണ് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി PJ Axios എന്ന് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഈ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇറാന് നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നിലയ്ക്ക് കരാറിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ തങ്ങൾ ലക്ഷ്യമിടും. കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാന് അമേരിക്കൻ നേതൃത്വം നൽകിയിരിക്കുന്നത്. മഹേഷ്. MCA നാസറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള വലിയ പ്രതീക്ഷകൾ തുറന്നിടുകയാണ്. ലബനാനിൽ ഇപ്പോൾ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഒരുപക്ഷെ അമേരിക്കയുടെ നിർദ്ദേശം പോയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു 10 ദിവസത്തേക്ക് അവിടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു.